37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ വോട്ടിംഗ് നടക്കും. വൈകുന്നേരം 5-ന് വോട്ടെണ്ണൽ ആരംഭിച്ച് രാത്രിയോടെ ഫലങ്ങൾ പുറത്തുവരും. എസ്.പി. വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ അടക്കം 26 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കിയുള്ള 11 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുക. ബീഹാറിലെ 5-ഉം ഒഡീഷയിലെ 4-ഉം ഹരിയാനയിലെ 2 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക. ബീഹാറിൽ 4-എണ്ണത്തിൽ NDA വിജയം ഉറപ്പിച്ചതാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ എന്നിവർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. ഒരു സീറ്റിൽ ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. ഒഡീഷയിലെ 2 സീറ്റിലും ഹരിയാനയിലെ 1 സീറ്റിലും മത്സരം നടക്കും. ഹരിയാനയിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് BJPക്ക് ജയം ഉറപ്പാണ്. രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് വോട്ടിംഗ് നടക്കുക. വൈകുന്നേരം 5 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് ഈ ഒരു രാത്രിയോട് തന്നെ ഫലങ്ങൾ പുറത്തുവരും. NCP ശരത് പവാർ വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ അടക്കം 26 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 11 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക. ബീഹാറിലെ 5-ഉം ഒഡീഷയിലെ 4-ഉം ഹരിയാനയിലെ 2 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക. ബീഹാറിൽ 4-എണ്ണത്തിൽ NDA ജയം ഉറപ്പിച്ചതാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ എന്നിവർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. ഒരു സീറ്റിൽ ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഒഡീഷയിലെ 2 സീറ്റിലും ഹരിയാനയിലെ 1 സീറ്റിലും മത്സരം നടക്കും. ഹരിയാനയിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് BJPക്ക് ജയം ഉറപ്പാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധി ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രക്ഷുബ്ധമാക്കും. LPG ക്ഷാമം ഉന്നയിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളിലും പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് നൽകും. ഇന്ധന പ്രതിസന്ധിയിൽ സഭ നിർത്തിവെച്ചുള്ള ചർച്ച വേണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യൻ പ്രതിസന്ധി ഉന്നയിച്ച സഭാ കവാടത്തിലും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കും. ടൂറിസം മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി റിപ്പോർട്ടിലുള്ള ശുപാർശകൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് സഭകളിൽ പ്രസ്താവന നടത്തും. സംസ്ഥാനത്തെ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. സംസ്ഥാനത്ത് ഓരോ ദിവസവും അടച്ചുപൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. നിലവിൽ വൃദ്ധസദനങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, സർക്കാർ പൊതുമേഖലാ ഓഫീസ് ക്യാമ്പസിലെ ക്യാൻറ്റീൻ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയാണ് വിതരണം നടത്തുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം പരിഗണിച്ച് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിന്റെ ഉൽപ്പാദനം 20% ചുരുക്കിയത് ഗാർഹിക മേഖലയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന് കമ്പനികൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധി ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിക്കാനാണ് തീരുമാനം. ഇന്നും സഭകൾ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. LPG ക്ഷാമം ഉന്നയിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളിലും പ്രതിപക്ഷ അംഗങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ഇന്ധന പ്രതിസന്ധിയിൽ സഭ നിർത്തിവെച്ചുള്ള ഒരു ചർച്ച വേണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനമായ ആവശ്യമെന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രതിസന്ധി ഉന്നയിച്ച് സഭാ കവാടത്തിലും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കും. ടൂറിസം മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി റിപ്പോർട്ടിലുള്ള ശുപാർശകൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഇരുസഭയിലും പ്രസ്താവന നടത്തും. സംസ്ഥാനത്തെ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്ത് ഓരോ ദിവസവും അടച്ചുപൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ വൃദ്ധസദനങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, സർക്കാർ പൊതുമേഖലാ ഓഫീസ് ക്യാമ്പസിലെ ക്യാൻറ്റീൻ തുടങ്ങിയവയ്ക്കാണ് മുൻഗണന നൽകിയാണ് ഈ ഒരു വിതരണം നടത്തുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം പരിഗണിച്ച് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിന്റെ ഉൽപ്പാദനം 20% ചുരുക്കിയത് ഗാർഹിക മേഖലയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന് കമ്പനികൾ അറിയിച്ചു.